ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയൊക്കെ അല്ലേ, ചക്ക വറുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ പ്ലാവൊക്കെ തപ്പി പരുവത്തിന് പറ്റിയൊരു ചക്കയൊക്കെ കണ്ടുപിടിച്ചു. താഴെ നിന്നത് ഞാനിട്ടു, മുകളിലുള്ള ചക്ക തോട്ടി വെച്ച് ഞങ്ങൾ ഇടുവാണ്. അങ്ങനെ ഞങ്ങൾ 2-3 ചക്കയൊക്കെ ഇട്ടു. അതങ്ങനെ കഴുകി നമുക്ക് വൃത്തിയാക്കാം. മഴ ആയതുകൊണ്ട് ചക്ക വറുത്തൊക്കെ തിന്നാൻ നല്ല സുഖമാണല്ലോ, അതുകൊണ്ടാണ് ചക്ക വറക്കാമെന്ന് കരുതിയത്. ഈ പ്രാവശ്യം ഞങ്ങളധികം ചക്ക കഴിച്ചിട്ടില്ല. ഇവിടെ ഒന്നും ചക്ക ആർക്കും വേണ്ട, കാരണം എല്ലാവരും വീട്ടിൽ ആവശ്യത്തിന് പ്ലാവ് ഉള്ളതുകൊണ്ട് ചക്കയൊക്കെ പഴുത്ത് ഇവിടെ തന്നെ പോവുകയാണ്, ആരും അങ്ങനെ എടുക്കാറില്ല. ഞങ്ങൾ 3 ചക്ക ഇട്ടു, അതിലൊന്ന് പഴുത്തതായിരുന്നു, പിന്നെ 2 വറക്കാൻ പരുവത്തിനുള്ളതായിരുന്നു. ഇതിൻ്റെ ചുളയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചുളയാണ്, നമുക്ക് പൊളിക്കാൻ ഭയങ്കര പാടാണ്, ചകിണിയും കൂടുതലാണ്. പക്ഷേ ഇത് കട്ടി കുറവായതുകൊണ്ട് നമുക്ക് മൂടനൊന്നും അറിയില്ല, ജസ്റ്റ് പൊളിച്ചങ്ങ് ഇട്ടാൽ മതി. ഞങ്ങൾ ഈ വറുത്തോണ്ടിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്. ചക്ക വറുത്തത് എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരി ചക്ക വറുത്തതാണ്. ജാങ്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ്. ജാങ്കുട്ടനാണ് ഇതിന് തുടക്കം ഇട്ടത്. അവന് ചക്ക വറുത്തത് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചക്ക ഇട്ട് വറുക്കാലോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെയാണ് ചക്ക തപ്പി ഇറങ്ങിയതും. ഞങ്ങളുടെ കുഞ്ഞിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എന്നും ചക്ക ഉപ്പേരി കാണുമായിരുന്നു, കാരണം അമ്മ ഇങ്ങനെ വറുത്ത് പൊതിഞ്ഞ് കെട്ടി വയ്ക്കും. അപ്പം ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഉപ്പേരി ഉണ്ടാവും. എന്നെ പാത്തത് ഒളിപ്പിച്ച് വെക്കും, കാരണം ഞാൻ എവിടെയായാലും കട്ടെടുത്ത് തരുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നെ പേടിച്ച് ഇതൊക്കെ അലമാരിയിൽ വെച്ച് പൂട്ടി വെക്കും, കാരണം എങ്ങനെയായാലും ഞാനത് തപ്പിയെടുത്ത് കഴിച്ചിരിക്കും. അതൊരു ഹോബിയായിരുന്നു, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരി ചക്ക വറുത്തതായിരുന്നു. ഈ ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ചക്കവഴറ്റി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല, അത്രയും മെനക്കെടാനൊന്നും വയ്യാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ തോന്നാറില്ല. ഈ വർഷം ഞങ്ങൾ ഒട്ടും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ വർഷമൊക്കെയാണ് ഞങ്ങൾ കുറച്ചെങ്കിലും ഒരു ചെറിയ ചക്കയൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിച്ചായിരുന്നു. പക്ഷെ ഈ വർഷമാണെങ്കിൽ ഒന്നിനും താല്പര്യമില്ലായിരുന്നു എന്തോ. പക്ഷേ എല്ലാ വർഷവും ഞങ്ങൾ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ചക്കവഴറ്റി ഉണ്ടാക്കാം. പക്ഷേ ആ ഉണ്ടാക്കുന്ന പാട് ആലോചിക്കുമ്പം നമ്മളത് ഒന്ന് മടിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.